കള്ളപ്പണം കണ്ടെത്തുന്നതിനായുള്ള നോട്ട് അസാധുവാക്കൽ ഫലം കാണാതെ തകർന്നതായി കണക്കുകൾ. അസാധുവാക്കിയ 500, 1000 നോട്ടുകളുടെ 97% ബാങ്കുകളിൽ തിരിച്ചെത്തി. നോട്ട് അസാധുവാക്കലിലൂടെ 5 ലക്ഷം കോടിയുടെ കള്ളപ്പണം കണ്ടെത്താനാകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞു. രാജ്യത്തെ കള്ളപ്പണം പിടികൂടാനെന്ന പേരിലാണ് നവംബർ 8-ന് നോട്ട് മാറ്റം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ റിസർവ് ബാങ്കും ബ്ലൂംബർഗ് എന്ന സാമ്പത്തിക മാധ്യമവും പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഈ അവകാശവാദം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. നവംബർ 8-ന് അർദ്ധരാത്രി വരെ രാജ്യത്ത് 15 ലക്ഷം കോടിയുടെ 500, 1000 നോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ഡിസംബർ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇതിൽ 14.9 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളും ബാങ്കുകളിൽ തിരികെ എത്തി. അതായത് 97% നോട്ടുകളും അസാധുവായതു തന്നെ. ഇതിൽ 3 മുതൽ 5 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളും കള്ളപ്പണമാണെന്നും അതിനാൽ ബാങ്കിലെത്തുന്ന തുകയിൽ 30% വരെ കുറവുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ചത്. വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് മാർച്ച് 30 വരെ നോട്ട് മാറ്റിയെടുക്കാം. അതുകൂടി എത്തിക്കഴിഞ്ഞാൽ 100% പണവും ബാങ്കുകളിലെത്തി. ഈ കണക്കുകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇപ്പോഴും ധനമന്ത്രാലയത്തിന് കഴിയുന്നില്ല. അതിനാൽ എല്ലാ ബാങ്കുകളോടും ലഭിച്ച തുക വീണ്ടും പരിശോധിക്കാൻ റിസർവ് ബാങ്ക് വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര തുക ലഭിച്ചു എന്ന ചോദ്യത്തിൽ നിന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞുമാറുകയും ചെയ്തു. പുതിയ നോട്ടുകളുടെ അച്ചടി പൂർത്തിയാകാത്തതിനാൽ നിലവിലെ ബാങ്ക് നിയന്ത്രണങ്ങൾ തുടരും. ബാങ്കിലെ തുക തടസ്സം കൂടാതെ എടുക്കാനാകില്ലെന്നും വ്യക്തം. കള്ളപ്പണം പിടികൂടുമെന്ന വാക്കിൽ വിശ്വസിച്ച് സാധാരണക്കാരൻ ക്യൂവിൽ നിന്നത് മാത്രം വെറുതെയായി. കള്ളപ്പണം വെളുപ്പിക്കുന്ന പുതിയൊരു മാഫിയയ്ക്ക് നോട്ടുമാറ്റ നിരോധന പ്രഖ്യാപനം രൂപം നൽകി എന്ന വിവരങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കുവയ്ക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവലിനൊപ്പം സന്തോഷ് സർലിംഗ്. CPIM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇന്ന് ചേരുന്നത്. നാളെ മുതൽ കേന്ദ്ര കമ്മിറ്റി യോഗവും ആരംഭിക്കും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് യോഗങ്ങളിലെ പ്രധാന അജണ്ട. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, നിലവിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അരുൺ, 4 ദിവസം നീണ്ടു നിൽക്കുന്ന CPM-ന്റെ നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. നേതൃയോഗങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവുമായി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്കുള്ള അജണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് AK സെൻട്രൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയോടുകൂടി ആരംഭിച്ച പോളിറ്റ് ബ്യൂറോ യോഗം ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന 3 ദിവസങ്ങളിലായി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനുള്ള അജണ്ട തയ്യാറാക്കുക എന്നതാണ് പരമപ്രധാനമായ ഇതിൻ്റെ ഇപ്പോൾ നടക്കുന്ന PB യോഗത്തിൻ്റെ അജണ്ട. അതോടൊപ്പം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നയവും സമീപനവും ഏത് തരത്തിലായിരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള നിലപാടുകളും പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിൽ വിശാലമായ ഒരു സഖ്യം രൂപപ്പെടുകയാണെങ്കിൽ അത്തരം സഖ്യങ്ങളോട് ഏത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യവും, അതിൽ ഇടതുപക്ഷം ഒരു പ്രത്യേക കക്ഷിയായി മത്സരിക്കുകയാണോ അല്ലെങ്കിൽ മറ്റ് ഇതര കക്ഷികളെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ബഹുജന മുന്നണിയാണോ ഈ കാര്യത്തിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക എന്ന കാര്യം പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ കൂടി രാഷ്ട്രീയമായ സാഹചര്യം ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വിലയിരുത്തലുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നോട്ട് നിരോധിക്കലിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി വലിയ ബഹുജന മുന്നേറ്റം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഒരിക്കൽ പാർട്ടി കോൺഗ്രസും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്ലീനറി സമ്മേളനവും നടന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. മറ്റന്നാൾ ഈ കേന്ദ്ര കമ്മിറ്റിയോടനുബന്ധിച്ച് 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ബഹുജനം CPM കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അരുൺ, എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നടക്കുന്ന CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ ഭാഗമായി ജനുവരി 7-ന് CPIM പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു. പുത്തരിക്കണ്ട മൈതാനത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, S രാമചന്ദ്രൻ പിള്ള, മണിക് സർക്കാർ, പിണറായി വിജയൻ, MA ബേബി, ബിമൻ ബസു, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. 1 ലക്ഷത്തോളം ആളുകൾ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ ഭാഗമായി 7-ാം തീയതി പുത്തരിക്കണ്ട മൈതാനത്ത് വമ്പിച്ച റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ PB അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിയും അതുപോലെ പ്രകാശ് കാരാട്ടും SRPയും, ബൃന്ദ കാരാട്ട്, പിണറായി വിജയൻ,
കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, വിമൻ ബാസു തുടങ്ങി നേതാക്കന്മാരെല്ലാം യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു തയ്യാറെടുപ്പ് തിരുവനന്തപുരം ജില്ലയിലൊട്ടാകെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സംസ്ഥാനത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വൻ നേട്ടം. 15 എണ്ണത്തിൽ 9 വാർഡുകൾ LDF നേടി, 2 എണ്ണത്തിൽ UDF-ഉം 3 എണ്ണത്തിൽ BJP-യും, ഒരിടത്ത് കേരള കോൺഗ്രസും ജയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച നേട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 15 സീറ്റുകളിൽ 9 സീറ്റുകളിലും LDF-ന് വൻ നേട്ടം. LDF 9 സീറ്റിൽ മുന്നിൽ വന്നപ്പോൾ UDF-ന് 2 സീറ്റും കേരള കോൺഗ്രസിന് 1 സീറ്റും BJP-ക്ക് 3 സീറ്റും മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. നിലവിലുള്ള 1 സീറ്റ് BJP-യിൽ നിന്നും 3 എണ്ണം UDF-ൽ നിന്നും LDF പിടിച്ചെടുത്താണ് നേട്ടം കൈവരിച്ചത്. UDF-ന് 4 സിറ്റിംഗ് സീറ്റിലും BJP-ക്ക് 1 സിറ്റിംഗ് സീറ്റിലും തോൽവിയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ കരകുളം ഗ്രാമപഞ്ചായത്ത് കാച്ചാണി വാർഡിൽ LDF സ്ഥാനാർത്ഥി 585 വോട്ടിന് വിജയിച്ചു. ഇവിടെ BJP 2ാം സ്ഥാനത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്തുമാണെത്തിയത്. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി വാർഡിൽ BJP സീറ്റ് നിലനിർത്തി. ആലപ്പുഴ ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. ആലപ്പുഴയിൽ കൈനിക്കര പഞ്ചായത്ത് ചെറുകാലിക്കായൽ വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്ത് തെക്കുമുറി വാർഡിൽ കേരള കോൺഗ്രസാണ് നേട്ടം കൊയ്തത്. എറണാകുളം കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ കൂവപ്പടി സൗത്ത് വാർഡ് BJP നിലനിർത്തി. പാലക്കാട് മങ്കര പഞ്ചായത്ത് 8ാം വാർഡായ മങ്കര റെയിൽവേ സ്റ്റേഷൻ വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. പാലക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ 7ാം വാർഡ് UDF വിജയിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ 14ാം വാർഡിലും UDF വിജയം കൈവരിച്ചു. കോഴിക്കോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മറിയപുരം വാർഡിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. കോൺഗ്രസിനെയും ലീഗിനെയും പിന്തള്ളിയാണ് തിരുവമ്പാടിയിൽ LDF നേട്ടം കൈവരിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൊട്ടമ്മൽ, ചെറുപുഴ പഞ്ചായത്ത്, രാജഗിരി, പിണറായി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വൻ നേട്ടമാണ് LDF കൈവരിച്ചത്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം UDF-ന് നഷ്ടമാകും. കാസർഗോഡ് മീഞ്ച പഞ്ചായത്തിൽ മജിബയൽ വാർഡ് തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് LDF പിടിച്ചെടുത്ത് വൻ നേട്ടം കൈവരിച്ചു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്യൽ. ചെറുകിട ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്ത് ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ശില്പശാല KSCRC ചെയർമാൻ TM മനോഹരൻ IFS ഉദ്ഘാടനം ചെയ്തു. എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും ഫോറം ഫോർ പോളിസി ഡയലോഗ് ഓൺ വാട്ടർ കോൺഫ്ലിക്ട്സും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമായ ശോഭ വാര്യരുടെ ഡ്രീം ചേസേഴ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി rediff.com സ്ഥാപകൻ അജിത് ബാലകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. 28 സംരംഭകരുടെ ജീവിതവും വിജയഗാഥയും വിശദീകരിക്കുന്നതാണ് ഡ്രീം ചേസേഴ്സ്. യുവജനങ്ങൾക്ക് ഏറെ ഗുണകരമായ പുസ്തകമാണ് ശോഭ വാര്യരുടെ ഡ്രീം ചേസേഴ്സ് എന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ജീവിത വിജയത്തിന്റെ കഥ പറയുന്ന വാണിജ്യ താൽപര്യത്തിനൊപ്പം ജനസേവനവും കൂടി ലക്ഷ്യമിടുന്ന പുസ്തകം യുവ സംരംഭകർക്ക് ഒരു കൈപ്പുസ്തകമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസിന്റെ പുതിയ പാർപ്പിട സമുച്ചയം സാഫ്രൺ അപ്പാർട്ട്മെന്റ്സ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മറൈൻ ഡ്രൈവിനടുത്ത് വടുതലയിലാണ് ആധുനിക സൗകര്യങ്ങളോടെ അപ്പാർട്ട്മെന്റ്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈബി ഈഡൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ OP സുനിൽ, ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസ് MD NP നിഷാദ്, ഡയറക്ടർമാരായ NP നൌഷാദ്, NP നാഷിദ്, NP നാസർ തുടങ്ങിയവർ പങ്കെടുത്തു.